കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇഗ്നോ അൾട്ടിമേറ്റ് ആണ്. അൾട്ടിമേറ്റ് അനാലിസിസ് മുൻകാല ചോദ്യ പേപ്പറുകൾ MMPC 12 MBAയിൽ നമ്മളുടെ സെക്കൻഡ് സെമ്മിലെ MMPC 12 സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ PYQ ആണ് നമ്മളിന്ന് നോക്കുന്നത് ഇവിടെ. അപ്പൊ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിച്ച് ഏകദേശം ഒന്ന് ഗോ ത്രൂ ചെയ്ത സ്റ്റുഡൻസിന് അറിയാം. കുറെ പ്രോസസ്സും അതേപോലെ കോർപ്പറേറ്റ് ലെവൽ സബ്ജക്റ്റും കാര്യങ്ങളുമാണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഇൻഡെപ്ത് അനാലിസിസിൽ നമ്മൾ കവർ ചെയ്യുന്നത് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും കാര്യങ്ങൾ നോക്കുന്നു. കൂടാതെ ഒരു പ്രിഡിക്റ്റീവ് ഗൈഡൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ 2025 ജൂണിലെ ടേം എക്സാമിനേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു PYQവിൽ നമുക്ക് സ്റ്റുഡൻസിന് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, ഹൈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്ക്, ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ എങ്ങനെയാണ് പോർഷൻസ് റിവൈസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ആൻസർ ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യനും എന്തുമാത്രം വേർഡ്സ് നമ്മൾ എഴുതണമെന്നും എത്ര ടൈം നമ്മൾ കൊടുക്കണമെന്നും ഈ ഒരു PYQവിൽ നിങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് PYQ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ഡോക്യുമെന്റ് റോഡ് മാപ്പിൽ നമ്മൾ പറയുന്നത് സിലബസ് മാപ്പിങ്ങിനകത്ത് ഈ ഒരു സിലബസിന്റെ MMPC 12ന്റെ ഫുള്ളായിട്ട് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുമാണ് ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്യുന്നത്. കൂടാതെ തന്നെ എക്സാം പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്. അതേപോലെ എങ്ങനെയാണ് ഓരോ പ്രാവശ്യവും ചേഞ്ചസ് എന്തെങ്കിലും ഓരോ എക്സാംസിലും എന്തെങ്കിലും യൂണിവേഴ്സിറ്റി ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പറയുന്നുണ്ട്. കൂടാതെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇവോൾവിംഗ് ട്രെൻഡ്, ഓരോ സമയത്തും ട്രെൻഡിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെക്കറിങ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നും അതിൽ ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഏരിയ ഏതാണെന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ടായിരിക്കും. പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻസ്, നമുക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്കും അതേപോലെ തന്നെ റീസെന്റ് പാറ്റേണിനനുസരിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു തരുന്നു. പിന്നെ ഒരു മോക്ക് ആയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ തരുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താണോ ഇപ്പം എക്സാം എഴുതാൻ പോകുന്ന ജൂണിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യനും നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കൂടാതെ അതിന്റെ ആൻസേഴ്സ് എവിടെയാണെന്ന് വ്യക്തമാക്കി പറയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്ക് സ്ക്രീൻ എങ്ങനെയാണ് മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ലേൺവൈസിന്റെ ആപ്പ് യൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അറിയാം. നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ഗൈഡും കാര്യങ്ങളും എല്ലാം തരുന്നുണ്ട്. അപ്പോൾ ഈ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. നമ്മളിവിടെ തരുന്ന പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ ആ ഒരു ആൻസർ നോക്കി നിങ്ങൾ പഠിച്ചാൽ മതിയാവും. പിന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പൊ ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് എന്തെല്ലാം മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അല്ല 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, രണ്ടും അപ്പിയർ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. അതേപോലെ തന്നെ ടൈം അലോട്ട് ചെയ്യുന്നത് വേറെ ആയിരിക്കും. അങ്ങനെയുള്ള മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ലേണേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ, ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ദിസ് ഈസ് ഇനഫ് ടൈം ഫോർ യു ടു പ്രിപ്പയർ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ഈ ടൈം വളരെ ധാരാളമാണ്. നല്ല രീതിയിൽ ഇരിക്കുന്ന 1 മിനിറ്റ് ആണെങ്കിലും 10 മിനിറ്റ് ആണെങ്കിലും അത് നിങ്ങൾ ഫുള്ളി ഡിവോട്ടഡ് ടു സബ്ജക്റ്റ് പഠിക്കാനായിട്ട് മാത്രം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും.
നമ്മൾ സിലബസ് മാപ്പിങ്ങിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. 2022 2022 to 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഹൈ എന്ന് പറഞ്ഞാൽ 10 or more ടൈംസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 10 തവണയിൽ കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 തൊട്ട് 9, അതേപോലെ 5 തവണയൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഇത്രയാണ് നമ്മളിവിടെ കൂടുതലായിട്ടും എടുത്തിട്ടുള്ളത്. ഹൈലി ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ബ്ലോക്ക് 1 പഠിക്കണം. ബ്ലോക്ക് 1 നമുക്ക് യൂണിറ്റ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 3 യൂണിറ്റ് ആണ് നമുക്ക് ബ്ലോക്ക് 1 വരുന്നത്. അപ്പം ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി 7 തവണ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ലെവൽസ് ഓഫ് സ്ട്രാറ്റജി 6 തവണ വന്നിട്ടുണ്ട്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് 8 തവണ വന്നിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 സ്ട്രാറ്റജിക് ഫോർമുലേഷൻ 11 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സ്ട്രെസ് ചെയ്ത് അഗൈൻ റിപ്പീറ്റിംഗ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ 11 ടൈംസ് വന്നിട്ടുണ്ട്. ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് യൂണിറ്റ് 2 യൂണിറ്റ് 3 ഗ്ലോബൽ ബിസിനസ് എൻവറോൺമെന്റ് 6 ടൈംസ് വന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് 3 നമുക്ക് പിസ്റ്റൽ അനാലിസിസ് 10 ടൈംസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ യൂണിറ്റ് 1 സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് സ്ട്രാറ്റജിക് ഫോർമുലേഷനും അതേപോലെ തന്നെ പിസ്റ്റൽ അനാലിസിസും ആണ്. ദെൻ ബ്ലോക്ക് 2 വരുമ്പോഴത്തേക്കിന് എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ് 12 തവണ ചോദിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ് മസ്റ്റായിട്ടും പഠിച്ചു പോവുക. ദെൻ യൂണിറ്റ് 5 പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് ഒരു 9 തവണ നമുക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 സിനാരിയോ പ്ലാനിങ്ങിൽ 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. കോസ്റ്റ് ലീഡർഷിപ്പ് 6 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഫോർമുലേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി 11 ടൈംസ്. അപ്പൊ നമ്മൾ യൂണിറ്റ് 1 2 3 നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് ഉണ്ട്. സ്ട്രാറ്റജി ഫോർമുലേഷൻ, ഫിസ്റ്റൽ പോളിസീസ്, എൻവിറോൺമെന്റൽ അനാലിസിസ്, അതേപോലെ തന്നെയാണ് ഇപ്പൊ ഫോർമുലേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് 11 പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് 3 എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഒരു 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ് മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത്. പിന്നെ ബ്ലോക്ക് 4 ഓപ്പറേഷണൽ കൺട്രോൾ. പിന്നെ യൂണിറ്റ് 13 നമുക്ക് ബാലൻസ്ഡ് സ്കോർ കാർഡ്. ഇത് രണ്ടും ഒരേപോലെ 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോപ്പിക്ക് 2, 3 ടോപ്പിക്കൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ അതിൽ നമ്മളിപ്പോ ബാക്കിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, പിസ്റ്റൽ പോളിസി, എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ്, പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക്, അതേപോലെ തന്നെ ഫോർമുലേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി, ദെൻ മോഡൽ ഓഫ് കോമ്പറ്റേറ്റീവ് ഗവർണൻസ്. ഇത് ഇത്രയാണ് ഹൈ പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. പിന്നെ ഒരു ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് വൈസ് ആണ്. ബ്ലോക്ക് വൈസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നമ്മളൊരു 6 ക്വസ്റ്റ്യൻ പേപ്പറാണ് അനലൈസ് ചെയ്യുന്നത്. 2022 to 2024 വരെ ഉള്ളതാണ്. ആ ഒരു അനാലിസിസിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ബ്ലോക്ക് 1 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 2 നിന്ന് അതേപോലെ ആ ഒരു സിസ്റ്റമാറ്റിക് ബ്ലോക്ക് 3 4 ഈക്വൽ പ്രയോറിറ്റി ചെയ്യാനുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് പറയുന്നത്. മോർ ദാൻ ഓർ ഈക്വൽ ടു 10 നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വന്നിട്ടുള്ള പാറ്റേൺ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു മാപ്പിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നെ വരുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ഫോർമാറ്റിൽ ഓരോന്നിന്റെയും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. യൂണിറ്റ് 1, 2, 3, 4, 5 താഴെ കൊടുത്തിരിക്കുന്നത് 13 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് വെച്ച് നോക്കുന്നതാണ്. അപ്പൊ അതിൽ നോക്കുക യൂണിറ്റ് 3, യൂണിറ്റ് 4, അതേപോലെ യൂണിറ്റ് 8, യൂണിറ്റ് 11 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കീ ഇൻസൈറ്റ്സ് ആണ്. അപ്പം ഈ കീ ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ടും പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ. ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ദെൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജി ബ്ലോക്ക് 1 യൂണിറ്റ് 2 അതേപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ പിസ്റ്റൽ അനാലിസിസ് ആൻഡ് കോർപ്പറേറ്റ് ഗവർണൻസ് മോഡൽ ബ്ലോക്ക് 1 യൂണിറ്റ് 3 അതിൽ ബ്ലോക്ക് 4 യൂണിറ്റ് 11 ഇത് റിക്വറിംഗ് ആയിട്ട് ചോദിച്ചു വരുന്ന വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ?
ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നുള്ളത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പൊ അല്ലെങ്കിൽ ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ, ഡയഗ്രാം ബേസ്ഡ് കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡീസും ഒക്കെ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ അതിനും ഓരോന്നിനും എന്തുമാത്രം എക്സ്പെക്ട് ചെയ്യുന്നത്, എന്തുമാത്രം വേർഡ്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എത്ര മാർക്കിനായിരിക്കും അത് ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ സെഷൻസിലായിരിക്കും അത് വരുന്നത് എന്നാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഫോർമാറ്റ് നോക്കുമ്പം ലോങ് എസ്സേ ഫോംസ് അല്ലെങ്കിൽ എസ്സേ ഫോംസ് ആണ്. അതൊരു 16-20 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 350 തൊട്ട് 500 വേർഡ്സിന് എല്ലാ സെഷൻസിലും നമുക്കത് ചോദിക്കാറുണ്ട്. ഷോർട്ട് നോട്ട്സും ഡെഫിനിഷൻസും ഒരു 8 to 12 മാർക്സിന് ചോദിക്കാറുണ്ട്. മോസ്റ്റ്ലി അത് വേർഡ്സ് നീഡ് എന്ന് പറഞ്ഞാൽ 120 to 180 ആണ്. എവറി ക്വസ്റ്റ്യൻ പേപ്പർ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഷോർട്ട് എസ്സേസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡയഗ്രാം ആൻഡ് ഫ്രെയിം വർക്ക്, ഞാൻ പറഞ്ഞു ഈ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും പ്രോസസ്സും ഫോർമുലേഷൻസും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി പാർട്ട് എന്ന് പറയുന്നത് ഡയഗ്രാമായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതൊരു 100 to 150 വേർഡ്സ് വരുന്ന രീതിയിൽ അതിന്റെ കൂടെ ഡയഗ്രാം, ഫ്ലോ ചാർട്ടും കാര്യങ്ങളും വരച്ചു വേണം നിങ്ങൾ എഴുതാനായിട്ട്. ദെൻ ആപ്ലിക്കേഷൻസും എക്സാംസും ബേസ് ചെയ്ത് അല്ലെങ്കിൽ എഴുതേണ്ട രീതിയിലുള്ള 10 തൊട്ട് 16 മാർക്കിന് വരെ നമുക്ക് ചോദിക്കാറുണ്ട്. 200 തൊട്ട് 300 വേർഡ് വരെയാണ് എഴുതേണ്ടത്. കൂടുതൽ കുറെ സെഷൻസിൽ നമുക്കത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് 2022 to 24 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിസിലാണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്ത് MCQ ക്വസ്റ്റ്യൻസോ കേസ് സ്റ്റഡീസോ ഇതുവരെ 22 തൊട്ട് 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റിവേഴ്സ് ചെയ്യുമ്പോൾ കേസ് സ്റ്റഡീസോ MCQ ക്വസ്റ്റ്യൻസോ നമുക്ക് ചോദിച്ചിട്ടില്ല. പിന്നെ ലോങ് എസ്സേ ഫോംസ്, ഒരു ലോങ് എസ്സേ ഫോംസ് വരുമ്പോഴത്തേക്കിന് 350 തൊട്ട് 500 വേർഡ്സ് വരെ, 350 to 500 വേർഡ്സ് വരെയാണ് നമ്മൾ എഴുതേണ്ടത്. എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് 16 to 20 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്തായിരിക്കും നമ്മളത് എഴുതേണ്ടത്. അപ്പൊ അതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ കൊടുത്ത്, ഡെഫിനിഷൻ കൊടുത്ത്, പോയിന്റ് നോട്ട് ചെയ്ത്, then ആഫ്റ്റർ പോയിന്റ്സ് 1 or 2 സെന്റൻസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൺക്ലൂഡ് ചെയ്ത് എഴുതുന്നതാണ് എസ്സേ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് എസ്സേ എന്ന് പറയുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ എഴുതണമെന്നില്ല. ഡെഫിനിഷൻസും പോയിന്റ്സും എഴുതുക, ദെൻ ഒരു 1 ലൈനിലൊക്കെ സെന്റൻസ് ഒക്കെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പോയാൽ മതി. കൺക്ലൂഷനും എഴുതി തീർക്കുന്നതാണ് ഷോർട്ട് എസ്സേ. ലോങ് എസ്സേയുടെ കൂട്ട് വൈഡ് ആയിട്ട് എഴുതുകയോ ഡയഗ്രാംസ് റെപ്രസെന്റ് ചെയ്യുകയോ വേണമെന്നില്ല. 120 to 180 വേർഡ്സ് വരുന്നതാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. ദെൻ ഡയഗ്രാം ഫ്രെയിംവർക്ക് വരുമ്പോഴത്തേക്കിന് ഫോട്ടോസിന്റെ 5 വേർഡ്സ് ഒക്കെ വരുമ്പോഴത്തേക്കിന് ഡയഗ്രാം വെച്ച് തന്നെ നിങ്ങൾ എഴുതുക. 100 to 150 വേർഡ്സ് ആണ് വരേണ്ടത്. വളരെ നീറ്റായിട്ടും പേനയിട്ടൊന്നും വരയ്ക്കാതിരിക്കുക. പെൻസിലൊക്കെ ഇട്ട് സ്കെയിലൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ഡയഗ്രാം വരച്ച് അതിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ കാണുന്ന ആൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ആപ്ലിക്കേഷൻ ആൻഡ് എക്സാംസ്, റിയൽ വേൾഡ് എക്സാമ്പിൾസ് കോട്ട് ചെയ്ത് എഴുതുന്നത് അത്രയും നല്ലതാണ്. 200 to 30 വേർഡ്സിന് നമുക്ക് എഴുതാവുന്നതാണ്. 10 തൊട്ട് 16 മാർക്കിന് വരെ ചോദിക്കാറുണ്ട്. റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുള്ളത് മനസ്സിലാവും ഫാക്കൽറ്റിക്ക്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ബ്ലോക്ക് 1 ഒരു 24 മാർക്കൊക്കെ നമുക്ക് 100-ൽ ഒരു 24% 24 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലോക്ക് 1 നിന്നും. ബ്ലോക്ക് 2 നിന്നും 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 3 നിന്നും 22, ബ്ലോക്ക് 4 നിന്നും ഒരു 24% ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് 24% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ബ്ലോക്ക് 2 ആണ് ഇവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ബേസ്ഡ് വാല്യൂ ആയിട്ടുള്ളത്.
ഇത് ആ ഒരു ലോങ് എസ്സേയുടെയും ഷോർട്ട് നോട്ട്സിന്റെ ഒക്കെ ഒരു ഡയഗ്രം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ജൂൺ 2022 തൊട്ട് ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യന്റെ പാറ്റേൺ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോങ് എസ്സേ, ഷോർട്ട് എസ്സേയും ഡയഗ്രാംസും ആപ്ലിക്കേഷൻസും ഒക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ലോങ് ഫോം എസ്സേസ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഒരു 44 to 48% മാർക്കും അവർ ആ ഒരു വലിയ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കവർ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മുക്കാഭാഗം മാർക്കും കവർ ചെയ്യുന്നത്. ഷോർട്ട് എസ്സേസും ഡെഫിനിഷൻസും സ്ലൈറ്റ്ലി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് ആ പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. പിന്നെ ഡയഗ്രാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഇംപ്രൂവ്ഡ്, ഒരു സ്റ്റഡി ഗ്രോത്തിൽ, അതിന് യാതൊരു മാറ്റവും വരാതെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് റെഗുലർ പാറ്റേണിൽ നമുക്ക് ചോദിച്ചു പോകുന്നുണ്ട്. പിന്നെ പ്രിപ്പറേഷൻസ്, ഇപ്പൊ 3 മണിക്കൂർ ദൈർഘ്യമുള്ള 100 മാർക്കിന്റെ പരീക്ഷയാണ് നമുക്കുള്ളത്. 3 hours ആണ് മാക്സിമം, 100 മാർക്സ് ആണുള്ളത്. അപ്പൊ ടൈം അലോട്ട് ചെയ്യുമ്പോൾ ഒരു 80 to 90 മിനിറ്റ്സോളം നമ്മൾ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കൊടുക്കുക. 80 to 90. ദെൻ അതേപോലെ തന്നെ 45 to 50 മിനിറ്റ്സ് നമ്മൾ ഷോർട്ട് എസ്സേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ 25 to 30 മിനിറ്റ്സ് നമ്മൾ ഡയഗ്രാംസ് ഒക്കെ വരച്ച് എഴുതുന്നതിന് കൊടുക്കും. ദെൻ 25 to 30 മിനിറ്റ്സ് ഒക്കെ എക്സാമ്പിൾസ് ബേസ്ഡ് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ റിക്കവറിങ് ക്വസ്റ്റ്യൻസ് ആണ് 2022 തൊട്ട് 24 വരെയുള്ള പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ദെൻ ഡിഫൈൻ സ്ട്രാറ്റജി എന്താണെന്നും ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇറ്റ്സ് ലെവൽ, അതിന്റെ ലെവൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ് ഇൻ സ്ട്രാറ്റജി ഒരു 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ സ്റ്റേജ് ഓർ സ്റ്റെപ്പ് ഓഫ് സ്ട്രാറ്റജി ഫോർമുലേഷൻ 5 times. ഡിസ്കസ് പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻഡ്, ഡയഗ്രാം വരച്ച് തന്നെ പോർട്ടേഴ്സിന്റെ 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് നിങ്ങൾ പഠിക്കുക. അതൊരു 5 times നമുക്ക് ചോദിച്ചിട്ടുണ്ട്. Then explain the value chain framework and its use in analyzing strength and weakness. അതൊരു 5 times ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ സോഴ്സ് ബേസ്ഡ് റിവ്യൂ, RBV, റിസോഴ്സ് ബേസ്ഡ് റിവ്യൂ എന്താണെന്നും ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ആൻഡ് ദ പർപ്പസ് ഓഫ് എ കമ്പനീസ് വിഷൻ ഓർ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Then what are the type of corporate strategy? Illustrate with an example 4 times. Then explain the concept and the process of scenario planning. അതും ഒരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. What are the model and pillars of corporate governance? അതൊരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ഫ്രീക്വൻസി ടേബിൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡിഫൈൻ സ്ട്രാറ്റജി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇറ്റ്സ് ലെവൽ 6 പ്രാവശ്യം 16 മാർക്ക്, ആവറേജ് ഒരു 16 മാർക്ക് വരെയൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പ്രോസസ് ഓഫ് എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ് ഇൻ സ്ട്രാറ്റജി ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ്, 6 times ചോദിച്ചിട്ടുണ്ട്. 16 മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റേജ് ആൻഡ് സ്റ്റെപ്പ് ഓഫ് സ്ട്രാറ്റജി ഫോർമുലേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 5 times വന്നിട്ടുണ്ട്, ഒരു 16 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. പോർട്ടേഴ്സ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് ബ്ലോക്ക് 2 ആണ്, യൂണിറ്റ് 5. അവിടെ നമുക്ക് 5 times ചോദിച്ചിട്ടുണ്ട്, 12 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്, യൂണിറ്റ് 6. 5 times അപ്പിയർ ചെയ്തിട്ടുണ്ട്, 12 മാർക്സ് ഓൺ ആവറേജ് ലെവൽ വരുന്നു. റിസോഴ്സ് ബേസ്ഡ് റിവ്യൂ ഓഫ് എ ഫേം എന്ന് പറഞ്ഞ ബ്ലോക്ക് 2 യൂണിറ്റ് 6 4 times അപ്പിയർ ചെയ്തിട്ടുണ്ട്, 8 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഫീച്ചേഴ്സ് ആൻഡ് ദ പർപ്പസ് ഓഫ് വിഷൻ മിഷൻ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 1 4 തവണ വന്നിട്ടുണ്ട്, 12 മാർക്സ് വേണ്ട. ടൈപ്പ് ഓഫ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്, 4 times വന്നിട്ടുണ്ട്, 16 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. സിനാരിയോ പ്ലാനിങ് കോൺസെപ്റ്റ് ആൻഡ് പ്രോസസ് ബ്ലോക്ക് 2 യൂണിറ്റ് 5 4 times വന്നിട്ടുണ്ട്, ഇതുപോലെ നമുക്ക് 8 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. മോഡൽ ഓർ പില്ലേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ബ്ലോക്ക് 4 യൂണിറ്റ് 11 ആണ്, അപ്പിയർ ചെയ്തിട്ടുള്ളത് 4 പ്രാവശ്യം വന്നിട്ടുണ്ട്, 12 മാർക്കിന്. സ്ട്രാറ്റജിക് അഡ്വൈസ് പാനലാണ്. അവിടെ പ്രാക്ടീസ്, നമ്മളിവിടെ അഡ്വൈസ് പാനൽ പറയുന്നത് പ്രാക്ടീസ് ചെയ്യും. ഓരോ ക്വസ്റ്റ്യനും നമ്മളൊരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 12 to 15 മിനിറ്റ്സ് ആ ഒരു എക്സാമിന്റെ പ്രഷറും ഒക്കെ ഉണ്ടാവും നമുക്ക്. എന്നാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്യുക. ഒരു 5 minutes ഒക്കെ ഒരു ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് നോക്കുക. പോയിന്റ്സ് ഒക്കെ ഏതാന്ന് വെച്ചാൽ അതൊന്ന് ഒരു ഹിന്റായിട്ടൊന്ന് എഴുതി വെക്കാനായിട്ട്, ഒരു ഹിന്റ് എന്ന രീതിയിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ റിപ്പീറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട്
നോക്കുക. പിന്നെ നമുക്ക് വിഷ്വലൈസേഷൻ ആയിട്ട് വരുന്ന പൈ ചാർട്ടിന്റെ ഒക്കെ ബേസിലാണ്, ഈ പൈ ചാർട്ടിന്റെ ബേസിലുള്ള എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. അക്രോസ് ഒരു 10 പേപ്പർ, ഒരു 10 പേപ്പേഴ്സ്, ഒരു 8 ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കിയാൽ നമുക്കൊരു 80 ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടെത്താനായി. അതിൽ ഒരു 80% ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ടോപ്പ് 10 റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 47 ടൈംസ് ഒക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൂടുതലായിട്ടും റിപ്പീറ്റ് ചെയ്ത ഒരു 100-ൽ ഒരു 59% ക്വസ്റ്റ്യൻസും റിപ്പീറ്റും 41 മാത്രമാണ് അല്ലാത്ത ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് ഈ ഒരു സബ്ജക്റ്റിനകത്ത്. ടോപ്പിക് പ്രോബബിലിറ്റി ആണ്, അല്ലെങ്കിൽ പ്രിഡിക്റ്റീവ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ യൂണിറ്റ് 1 ഫീച്ചേഴ്സ് ആൻഡ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി ആണ്. 100% വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ലെവൽ ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ദെൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസും ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരാൻ അങ്ങേയറ്റം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ പോട്ടേഴ്സ് 5 പോയിന്റ് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് 83% വരാൻ, അല്ലെങ്കിൽ ഒരു എബവ് 80% വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ചെയിൻ ഫ്രെയിം വർക്കും അങ്ങനെ തന്നെയാണ്. പിന്നുള്ളത് കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഒരു 60%, ഒരു 67% വരാൻ സാധ്യതയുണ്ട്. സ്റ്റേജ് ഓഫ് സ്ട്രാറ്റജി ഫോർമുലേഷൻ 67 ആണ്. റിസോഴ്സ് ബേസ്ഡ് RBB എന്ന് പറയുന്നതും ഇതേപോലെ 60% വരാൻ സാധ്യതയുണ്ട്. സിനാരിയോ പ്ലാനിങ്ങും അങ്ങനെ തന്നെയാണ്. ദെൻ മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസും 67% വരാൻ സാധ്യതയുണ്ട്. കോർപ്പറേറ്റീവ് സ്ട്രാറ്റജി ഒരു 50%. ബാലൻസ്ഡ് സ്കോർ കാർഡും ഒരു 30%, അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ അത് ചോദിച്ചിട്ടുള്ള പോർഷനാണ്. ദെൻ പിസ്റ്റൽ അനാലിസിസും ഒരു 33% നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റം പരീക്ഷയ്ക്ക് ഉറപ്പിച്ച് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് ഈ ഹൈ എന്ന് പറയുന്നത്. ഈക്വൽ ഓർ മോർ ദാൻ 70%, 70 അതിന് മുകളിലോ ശതമാനം ചാൻസ് ഉള്ളതാണ്. മീഡിയം എന്ന് പറഞ്ഞാൽ 40 തൊട്ട് 69 വരെ. ലോ എന്ന് പറയുന്നത് ബിലോ 40%. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ദെൻ ഈ ഒരു ജസ്റ്റിഫിക്കേഷൻ നോട്ട് നമ്മൾ പറയുന്നത് എല്ലാ റീസെന്റ് പേപ്പേഴ്സും നമ്മൾ എന്താണ് നോക്കാറുണ്ട്. ഓൾ റീസെന്റ് പേപ്പേഴ്സ് ഹാവ് എ ക്വസ്റ്റ്യൻസ് ഓൺ ഡെഫിനിഷൻ ഓർ ലെവൽസ് ഓഫ് സ്ട്രാറ്റജി. ഇതുവരെ വന്ന എല്ലാ പാറ്റേണിനകത്തും ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻ കാണാറുണ്ട്. പിന്നെ എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ് നമുക്ക് നിർബന്ധമായിട്ട് വളരെ തുടർച്ചയായി കണ്ടുവരുന്ന ഭാഗമാണ്. പിന്നെ പോട്ടേഴ്സിന്റെ 5 വോയ്സും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നു. വാല്യൂ ചെയിനും അതിൽ തിയറീസും നമുക്ക് ഒരു 5-6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കോപ്പറേറ്റീവ് സ്ട്രാറ്റജിയും നമുക്ക് ചോദിച്ചു വന്നിട്ടുള്ളതാണ്. പിന്നീടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റജി ഫോർമുലേഷൻ പ്രോസസ്സും നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് നമുക്ക് ചോദിച്ചു വരുന്നതാണ്. RBB റിസോഴ്സ് ബേസ്ഡ് ഇതും നമുക്ക് ചോദിച്ചു വരുന്നതാണ്. അതേപോലെ തന്നെ സിനാരിയോ പ്ലാനിങ്ങും നമുക്ക് ഷോർട്ട് എസ്സേ ബേസ്ഡ് ആയിട്ടൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. കോർപ്പറേറ്റ് ഗവർണൻസും നമുക്ക് ഷോർട്ട് എസ്സേ ടൈപ്പിൽ B സെഷനകത്തൊക്കെ ചോദിച്ചു വരുന്നതാണ്. ദെൻ കോമ്പറ്റേറ്റീവ് അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കോമ്പറ്റേറ്റീവ് മൂവ്സും അതേപോലെ ഫോർമുലേഷനും കാര്യങ്ങളും ഒക്കെ നോക്കുക. ബാലൻസ്ഡ് സ്കോർ കാർഡ്, പിസ്റ്റൽ, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഷോർട്ട് എസ്സേയിലൊക്കെ ചോദിച്ചു വന്നേക്കാം. കമ്പൽസറി ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് 4 ഉള്ളൂ, 13 യൂണിറ്റേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനില്ല. അതിൽ ഒത്തിരി വേരിയന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് കുറവുള്ളൊരു പേപ്പറാണ്. പക്ഷെ ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ഒരു ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഓരോ പോർഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നത്. അതിന് മുമ്പ് വരെ സ്ട്രാറ്റജിയിൽ എക്സ്പെക്ട് ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചു വന്നത്. പക്ഷെ ഡിസംബർ 2024 മാത്രമാണ് അതിലൊരു മാറ്റം വന്നത്. ആ ഒരു പാറ്റേൺ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ PYQ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക.
പിന്നെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതാണ്. എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകളുണ്ട്. ഇപ്പം നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫീച്ചേഴ്സും ലെവൽസ് ഓഫ് സ്ട്രാറ്റജിയും ഒക്കെ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കുക. എക്സ്റ്റേണൽ എൻവിറോൺമെന്റ്, പോർട്ടേഴ്സ് 5 ഫോഴ്സ്, അതേപോലെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, ദെൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ സ്റ്റേജ്, RBV, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസും കാര്യങ്ങളും എല്ലാം മസ്റ്റായിട്ട് നോക്കുക. പിന്നെ വരാൻ സാധ്യതയുണ്ട്, പക്ഷെ കമ്പയർഡ് ടു ദാറ്റ് ടോപ്പിക് ലെസ് ചാൻസ് ഉള്ള ടോപ്പിക്കുകളാണ് ബാലൻസ്ഡ് സ്കോർ കാർഡ്, ഡിജിറ്റൽ പോളിസി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഈ ഒരു വിഷ്വൽ ഇൻഡിക്കേറ്ററിനകത്ത് നമുക്ക് ചാൻസസ് കൂടുതലുള്ള ടോപ്പിക്കുകളാണ്. നിങ്ങളൊന്ന് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ 4 ഗ്രീൻ കളറിലും, അതേപോലെ തന്നെ മീഡിയം ലെവലിൽ ചാൻസ് ഉള്ളത് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ജൂൺ 2022 ചോദിച്ചിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസിന്റെ ബേസ്ഡ് ആയിട്ടുള്ളതൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ വരുന്ന കാര്യങ്ങൾ, അപ്പം ജൂൺ 2022 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ 100 മാർക്കിന് 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്കസ് ദ പ്രോസസ് ഓഫ് ഫോർമുലേഷൻ ആൻഡ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി ഫോർ ദ ഡൈവേഴ്സിഫിക്കേഷൻ conglomerate and use the following data, analyzing which strategy would be most appropriate for the hypothetical company X കോർപ്പറേഷൻ വിത്ത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്കിനാണ് വരുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻ ഫോർ സെക്ടർ, 2 of which have declining profit of the at last 3 years. Cash flow from the one sector is highly positive while another require regular capital infusion. Then market share has decreased 10% in sector. Justify your answer. Which reference to strategy model and organization examples means ഏത് സ്ട്രാറ്റജി മോഡലാണ്. ഇപ്പൊ ബ്ലോക്ക് 3 യൂണിറ്റ് 9 കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന പോർഷൻസിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നേരിട്ടല്ല ചോദിച്ചിട്ടുള്ളത്, ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു കോട്സ് അല്ലെ ഒരു പ്രോബ്ലം തന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ബ്ലോക്ക് 3 കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന പോർഷനകത്തു നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്താണെന്നും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളുമാണ് നോട്ട് ചെയ്ത് എഴുതേണ്ടത്. Then അടുത്ത, describe the main features and level of strategy which is suitable organization example. Then examine how the alignment of business level and functional strategy contribute to competitive advantage using the following scenario. അപ്പോൾ ഇത് a mid-sized manufacturing seeking to expand into international market but face high logistic cost and regulatory barrier. അപ്പം ഇതൊരു അഗെയിൻ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തരികയാണ്, ഒരു ഇഷ്യൂ റേസ് ചെയ്ത് തരികയാണ്. അപ്പൊ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് പറയുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1ലും 2ലും പറയുന്ന ഫീച്ചേഴ്സും ലെവൽസ് ഓഫ് സ്ട്രാറ്റജിയുമാണ് നമ്മളിവിടെ അലൈൻ ചെയ്ത് എഴുതേണ്ടത്. അടുത്തത് ക്വസ്റ്റ്യൻ 3 ആണ്. ഗിവൺ ദ ടേബിൾ ഓഫ് ഇൻഡസ്ട്രി ഡാറ്റ ബിലോ, അപ്ലൈ പോർട്ടോസ് 5 ഫോഴ്സ് ഫ്രെയിംവർക്ക് ടു അസസ് ദ കോമ്പറ്റേറ്റീവ് എൻവിറോൺമെന്റ്. കോമ്പറ്റേറ്റീവ് എൻവിറോൺമെന്റിനെ അനലൈസ് ചെയ്യാനായിട്ട് പോർട്ടോസിന്റെ 5 ഫോഴ്സ് അനാലിസിസ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ബേസിൽ നമ്മൾ അത് എഴുതാന്നുള്ളതാണ്. ദെൻ ക്വസ്റ്റ്യൻ 4 20 മാർക്സിന്റെ ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ കണ്ടക്ടിങ് ആൻ എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസ് for a company planning to enter the electric vehicle market in India. Then how can scenario planning support strategic decision under uncertainty? Provide a brief hypothetical scenario and its implication for EV market entries. അത് ബ്ലോക്ക് 2 യൂണിറ്റ് 4 എക്സ്റ്റേണൽ എൻവിറോൺമെന്റൽ അനാലിസിസിലും യൂണിറ്റ് 5 സിനാരിയോ പ്ലാനിങ്ങിലുമാണ് ഇത് കൊടുക്കേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ 5 ആണ്. 20 മാർക്സിനാണ് ചോദിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ റിസോഴ്സ് ബേസ്ഡ് റിവ്യൂ. റിസോഴ്സ് ബേസ്ഡ് വ്യൂ നോക്കുക. ഓഫ് ദ ഫേം യൂസിംഗ് ദ റിസോഴ്സ് ഇൻവെന്ററി ബിലോ, ക്ലാസിഫൈ വിച്ച് റിസോഴ്സ് ക്വാളിഫൈ ആസ് എ കോർ കോമ്പിറ്റൻസ് ഓഫ് ടെക് എഡ്ജ് ലിമിറ്റഡ്. അപ്പം ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്കസ് ഹൗ ദീസ് കോർ കോമ്പിറ്റൻസി ക്യാൻ ബി ലിവറേജ് ഫോർ എ സ്ട്രാറ്റജിക് ഗ്രോത്ത്. ഒരു സ്ട്രാറ്റജിക് ഗ്രോത്തിന് ഇത് എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 റിസർച്ച് ബേസ്ഡ് റിവ്യൂവിൽ പറയുന്നുണ്ട്.
അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഫോളോയിങ് ഇസ് എ വാല്യൂ ചെയിൻ അനാലിസിസ് ഓഫ് അഗ്രോ പ്യുവർ ലിമിറ്റഡ് പാക്ഡ് ഫുഡ് കമ്പനി. ഒരു ഫുഡ് കമ്പനിയുടെ ഒരു വാല്യൂ ചെയിൻ അനാലിസിസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ തന്നിരിക്കുന്ന പോയിന്റ്സിനെ ബേസ് ചെയ്തിട്ട് ഐഡന്റിഫൈ ആൻഡ് ഡിസ്കസ് ദ കമ്പനീസ് പ്രൈമറി ആൻഡ് സെക്കൻഡ് സപ്പോർട്ടീവ് ആക്ടിവിറ്റി ആൻഡ് റെക്കമെൻഡ് ടു വേ അഗ്രോ പ്യുവർ can create a new value and improve competitive advantage. അത് നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 6 വാല്യൂ ചെയിൻ ഫ്രെയിംവർക്കിൽ പറയുന്നുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. 20 മാർക്സിൻ്റെതാണ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദ ഡിഫറെന്റ് മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. Given the following governance scenario in Global Tron Limited, assess the strength and the risk using relevant model. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 11 കോർപ്പറേറ്റ് ഗവർണൻസ് മോഡലിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8 20 മാർക്സ് ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി ഓഫ് 2 ഫോളോയിങ്. തന്നിരിക്കുന്ന ഈ 4 ABCD അതിലേതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബാലൻസ്ഡ് സ്കോർ കാർഡ്, അതേപോലെ എക്സ്പാൻഷൻ ത്രൂ ഇന്റഗ്രേഷൻ, ദെൻ പിസ്റ്റൽ അനാലിസിസ്, ഡിഫറൻഷിയേറ്റ് സ്ട്രാറ്റജി. ഇത്രയും എണ്ണത്തിനെ വെച്ചിട്ടാണ്. അപ്പൊ ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ബ്ലോക്ക് 3 എക്സ്പാൻഷൻ വരുന്നത്. ബ്ലോക്ക് 2 പിസ്റ്റൽ പോളിസി, ദെൻ ബ്ലോക്ക് 3 ഡിഫറൻസിയേഷൻ വരുന്നത്. അപ്പൊ ഇത്രയാണ് പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ്. വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ല എന്ന് വരും. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്ന പോർഷനുമായിട്ട് എന്തെങ്കിലും ബന്ധം, ഇപ്പൊ വാല്യൂ ചെയിൻ അനാലിസിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ കോർപ്പറേറ്റ് ഗവർണൻസ്, അവിടെയും പറയുന്നത് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അപ്പൊ കോർപ്പറേറ്റ് ഗവർണൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന പോർഷൻ ടച്ച് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പഠിച്ച കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയത്തില്ല എങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. 20 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത്. ഇപ്പം നോക്കുമ്പോൾ ഷോർട്ട് എസ്സേ പണ്ടത്തേനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഷോർട്ട് എസ്സേസും ലോങ് എസ്സേസും എക്സാമ്പിൾസും ഡയഗ്രാമും വെച്ചിട്ടൊക്കെയാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ എക്സാം എഴുതേണ്ടത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ PYQന്റെ ബേസിസിൽ നിങ്ങൾ എല്ലാം പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.